ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന 345 രാഷ്ട്രീയ പാർട്ടികളുടെ മുകളിൽ ഒരു വാൾ തൂങ്ങിക്കിടക്കുകയാണ്. ഈ രാഷ്ട്രീയ പാർട്ടികൾ ഇന്ത്യയിൽ നിന്ന് അപ്രത്യക്ഷമായാലും അല്ലെങ്കിൽ നിരോധിച്ചാലും യാതൊരുവിധ അതിശയോക്തിയുമില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്താണ് സംഭവം എന്നല്ലേ, രജിസ്റ്റർ ചെയ്തിട്ടുള്ള 345 നിഷ്ക്രിയ രാഷ്ട്രീയ പാർട്ടികളെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുന്നതിനുള്ള നടപടികൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരംഭിച്ചിരിക്കുകയാണ്. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ, തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായിട്ടുള്ള ഡോക്ടർ സുബ്ബീർ സിംഗ് സന്ധു, ഡോക്ടർ വിവേക് ജോഷി എന്നിവരുടെ അധ്യക്ഷതയിൽ അംഗീകാരമില്ലാത്ത രാഷ്ട്രീയ പാർട്ടികളെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. 2019 മുതൽ ഒരു തരത്തിലുള്ള തിരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാത്തതും രാജ്യത്ത് എവിടെയും ഓഫീസുകൾ ദൃശ്യമായി കാണാത്തതുമായിട്ടുള്ള പാർട്ടികളാണ് ഇവ. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുമായി 345 പാർട്ടികളെ ഇപ്പോൾ കണ്ടെത്തിയതായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യാഴാഴ്ച അറിയിച്ചിട്ടുണ്ട്. അവർ രജിസ്റ്റർ ചെയ്തിട്ടുമുണ്ട് എന്നുള്ളതാണ്. എന്നാൽ രാഷ്ട്രീയത്തിൽ സജീവമായ ഒരു പങ്കും വഹിക്കുന്നില്ല. നിലവിൽ 2800-ലധികം രജിസ്റ്റർ ചെയ്ത പാർട്ടികൾക്ക് അംഗീകാരം നഷ്ടപ്പെട്ടിട്ടുണ്ട്. അവ ആവശ്യമായ വ്യവസ്ഥകൾ പാലിച്ചില്ല. ഒരു ക്യാമ്പയിൻ നടത്തി അത്തരം പാർട്ടികൾക്കെതിരെ നടപടി സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിക്കുന്നത്. അംഗീകാരമില്ലാത്ത പാർട്ടികളെ തിരിച്ചറിയുന്നതിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാജ്യവ്യാപകമായി ഒരു പ്രചാരണം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ ഇതുവരെ 345 പാർട്ടികളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ ഈ പാർട്ടികൾക്ക് കാരണം കാണിക്കൽ നോട്ടീസും അയച്ചിട്ടുണ്ട്. അതേസമയം 1951 ജനപ്രാതിനിധ്യ നിയമത്തിലെ സെക്ഷൻ 29A നിയമപ്രകാരമാണ് രാജ്യത്ത് ദേശീയ സംസ്ഥാന അംഗീകൃതമല്ലാത്ത രാഷ്ട്രീയ പാർട്ടികൾ രജിസ്ട്രേഷൻ നടക്കുന്നത്. ഈ വ്യവസ്ഥ പ്രകാരം രജിസ്റ്റർ ചെയ്തതിനു ശേഷം നികുതി ഇളവ് ഉൾപ്പെടെയുള്ള നിരവധി സൗകര്യങ്ങളാണ് ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് ലഭിക്കുന്നത്. രാഷ്ട്രീയ വ്യവസ്ഥയെ സുതാര്യവും ശുദ്ധവുമാക്കുക എന്ന ലക്ഷ്യത്തോടെ ഭാവിയിലും ഈ ക്യാമ്പയിൻ തുടരും എന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.